നമസ്കാരം. കോഴിക്കോട് കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. KC വേണുഗോപാൽ അഥവാ വാർ റൂം കേസിയുടെ കയ്യിലാണ് കത്രികയിരിക്കുന്നത്. അദ്ദേഹമാണ് നാട് മുറിക്കേണ്ടത്. പക്ഷേ ആ മുന്നിലേക്ക് വരാൻ വേണ്ടി ഇടിച്ചു കയറുന്ന ആരൊക്കെയെന്ന് നോക്കുക. സിദ്ദിഖുണ്ട്. സിദ്ദിഖിൻ്റെ വലതുവശത്തായിട്ട് KC അബു എന്ന് പറഞ്ഞ മറ്റൊരു കോൺഗ്രസ്സുകാരൻ നിൽപ്പുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് നൈസായിട്ട് കൈമുട്ടുകൊണ്ട് ഈ സിദ്ദിഖിൻ്റെ അടിനാവ് നോക്കി അടിവയറ് നോക്കിയിട്ട് ചാമ്പ് ചാമ്പുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നൂണ്ട് കയറി വരുന്ന കാഴ്ച കൊണ്ട് നോക്കുക. എന്നിട്ട് വല്ലച്ചാതി എങ്ങനെയെങ്കിലും ഒന്ന് ഈ നാട് മുറിച്ചതിന് ശേഷം മുന്നോട്ട് പോകാൻ പോയ KC വേണുഗോപാലിനെ വേറൊരാൾ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്ന അഭ്യാസങ്ങൾ നോക്കുക. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഓരോ വ്യക്തികളും മാധ്യമപ്രവർത്തകരായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും കയ്യിലും ഈ ക്യാമറ ഫോണും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് അല്ലാതെ തന്നെ ഇവിടുത്തെ മാപ്രകൾ മാധ്യമപ്രവർത്തകർ ഇതൊക്കെ എടുക്കുന്നുണ്ടെന്നും അല്ലാതെ വേറെ ആളുകൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ബോധവുമില്ല. ഇവർ ഈ കാലത്ത് എന്ത് കോപ്രായമാണ് ഇവർ കാണിക്കുന്നതെന്നും എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവും. എത്രയോ സിനിമകളിൽ ഈ കോൺഗ്രസ്സുകാരെ ഈ ഒരു പ്രവണതയുടെ പേരിൽ തന്നെ എത്ര കളിയാക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇവറ്റകൾ യാതൊരു പാഠവും പഠിക്കുന്നില്ല. ഇതിൽ ആരെയാണ് മലയാളിക്ക് അറിയാൻ പാടില്ലാത്തത്? ഇവരെ എല്ലാവരും KC വേണുഗോപാലിനെ അറിയാം, അതേപോലെ സിദ്ദിഖിനെ അറിയാം, VD സതീശിനെ അറിയാം. ഒരുപക്ഷെ ഈ KC അബു എന്ന് പറഞ്ഞ വ്യക്തിയെ മാത്രമായിരിക്കും കേരളം മൊത്തത്തിൽ അറിയാത്തൊരു വ്യക്തി. എന്നാലും പുള്ളി ചാനലിലൊക്കെ വന്നിട്ടുള്ളവർ. അപ്പോൾ ഇവരെയൊക്കെ മലയാളികൾക്ക് അറിയാവുന്നതാണ്. പിന്നെ ഇവരാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടിച്ച് കയറി ഈ ഫ്രണ്ടിലോട്ട് കയറി ഇരിക്കുന്നത്? ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അഭ്യാസം കാണിക്കുന്നത്. ഇവർ ഇവിടെ മാത്രമല്ല, ഏത് സ്റ്റേജിലാണെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ ഒരു തനതായിട്ടുള്ള ഒരു ശൈലി ഇത് തന്നെയാണ്. ഇങ്ങനെ യാതൊരു പരസ്പര ബഹുമാനവും ആദരവും ഇല്ലാതെ ഇരിക്കുന്ന സ്ഥാനം പോലും മറന്നിട്ട് ഇങ്ങനെ ഇടിച്ച് കയറി കൊച്ചു പിള്ളേർ കാണിക്കുന്നതൊക്കെയുള്ള അഭ്യാസം. അതിനിടയ്ക്ക് കൈമുട്ട് കൊണ്ടുവരെ ഇടിക്കുന്നുണ്ട്. എന്തൊക്കെ കോപ്രായങ്ങളും സ്നേഹപ്രകടനങ്ങളും അതും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ വെറും പ്രഹസനമാണ്. ഇവരൊക്കെ ഇനി എന്നാണ് ഒരു നിലവാരമുള്ള രാഷ്ട്രീയ നേതാവായിട്ട് ഉയരുന്നത് എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് ഇത് കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല.